നമ്മൾ കൽപ്പറ്റ പോവുകയാണ്. മാനന്തവാടി ടച്ച് ചെയ്യാതെ കൊയിലേരി റൂട്ടിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കതൊരു ഷോർട്ട് റൂട്ടാണ്. പക്ഷേ അവിടെ നല്ല വയലുകളും നല്ല നല്ല ഭംഗിയുള്ള വീടുകളും തോട്ടങ്ങളും സ്കൂളും പള്ളിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. രണ്ട് സൈഡും ഒരുപാട് വീടുകളും വയലുകളൊക്കെയാണ്. ഇതൊരു പള്ളിയാണ്. അത് സ്ഥലമൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ റൂട്ടിൽ വരുമ്പോൾ കണ്ട ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ എടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള വീടുകളൊക്കെ ഉണ്ട്, അതാ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ പനമരം റോട്ടിലേക്ക് കയറി. ഇത് പനമരം പാലമാണ്. കൊയിലേരി റോട്ടിന് വന്ന് മാനന്തവാടി ടച്ച് ചെയ്യാതെ പനമരത്ത് ഒരു റോട്ടിലേക്ക് കയറി ഇപ്പോൾ മെയിൻ റോഡ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കൽപ്പറ്റ എത്തി. അപ്പോൾ അത് കൽപ്പറ്റയിലെ ഒരു മലമുകളിലുള്ള അമ്പലമൊക്കെയാണ് ആ കാണുന്നത്. അപ്പോൾ കൽപ്പറ്റ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡാഡൂസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആൻറ്റിയുടെ മോനാണ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ചേഞ്ച് ചെയ്യണം. ഇനി ഡാഡൂസിൻ്റെ വണ്ടിയിലാണ് നമ്മൾ കൽപ്പറ്റയിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവനെവിടെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് കാണണം. അപ്പോൾ വീഡിയോ ഒക്കെ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും രജ ഫ്രം ഒഡീഷയിലേക്ക് സ്വാഗതം. നാളെ ഏട്ടൻ്റെ കല്യാണമാണ്. ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള വീഡിയോസൊക്കെ അമ്പലത്തിനെ കുറിച്ചും അവിടുത്തെ കല്യാണത്തിലെ വിശേഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോസുകളൊക്കെയാണ് ഇനി മുതൽ കാണുക. അപ്പോൾ നല്ല നല്ല അടിപൊളി വീഡിയോസൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. ഇത് കൽപ്പറ്റ എത്തി. നമ്മൾ കൽപ്പറ്റയിലെ ഒരു പ്ലേസാണ്. നല്ല ഭംഗിയുള്ള മലകളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണ്. ഇവിടെ ടീ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാനെന്ന്. അപ്പോൾ ഇവിടെ നല്ല വീടുകളും വയലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാൻ. പിന്നെ ടീ എസ്റ്റേറ്റ് ഒക്കെ ഇവിടെ ഉണ്ട്. അതാ കണ്ടില്ലേ ടീ എസ്റ്റേറ്റ്. ഒരുപാട് ജോലിക്കാർ പണിയെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ. കണ്ടോ എന്ത് രസമല്ലേ. അപ്പോൾ വെയിലൊക്കെ താന്നു, അതുകൊണ്ടാണ് ചില ഭാഗങ്ങളിലൊക്കെ ഒരു ഇരുട് പോലെയൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി യാത്ര തിരിച്ചു. അപ്പോഴത്തേക്ക് ഇതാ മഞ്ഞൊക്കെ അങ്ങ് മൂടി വന്ന് ചുരമൊക്കെ എത്താനായപ്പോഴേക്ക് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് മഞ്ഞൊക്കെ അങ്ങ് കയറി വരികയായിരുന്നു. ഇതാ കണ്ടില്ലേ വൈകുന്നേരം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു കാലാവസ്ഥ കേട്ടോ. അപ്പോൾ എന്താ ചുരമൊക്കെ അങ്ങ് എത്തിയിട്ടില്ല. അതിനു മുമ്പേ മഞ്ഞൊക്കെ ഇങ്ങനെ കയറി വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ചുരമൊക്കെ എത്തുമ്പോഴേക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര മഞ്ഞുകൊണ്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. വൈത്തിരി ഭാഗമൊക്കെ എത്തിയപ്പോഴാണ് ഇതാ കണ്ടോ മഞ്ഞ്. കൽപ്പറ്റയൊക്കെ കഴിഞ്ഞ് വൈത്തിരി എത്തി ചുരം എത്താറാകുമ്പോഴാണ് ഈ മഞ്ഞ് കേട്ടോ. ഒരു 5 മണി സമയത്തൊക്കെയാണ് ഇതുപോലെ മഞ്ഞ് മൂടിക്കിടന്നത്. അപ്പോൾ ചുരമൊക്കെ എത്തി നമ്മളവിടെ ഒന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ട് നമ്മളവിടെ ഇറങ്ങിയതും മഞ്ഞങ്ങനെ പോയി. ആ മഞ്ഞ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എന്ത് ഭംഗിയാ അറിയാം. മഞ്ഞങ്ങ് കയറി അങ്ങ് പോയി മുകളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോയപ്പോഴേക്ക് ചുരം താഴെ ഫുള്ള് തെളിഞ്ഞങ്ങ് കണ്ടു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ആ കാഴ്ചയൊക്കെയാണ് എനിക്ക് കാണുന്നത്. ഇതാ നമ്മൾ ചുരത്തിലേക്ക് കയറി. കണ്ടോ ഇനി നമ്മൾ നല്ലൊരു സ്ഥലം നോക്കി ഇറങ്ങണം. അപ്പോൾ ചുരത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കണ്ടില്ലേ മഞ്ഞൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോ എടുക്കാനായിട്ടും കാഴ്ചകൾ കാണാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മളപ്പോൾ ചുരത്തിൻ്റെ മുകളിലാണ്. ഇനി അവിടെ ഒന്ന് എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. കണ്ടോ നമ്മളവിടെ എത്തുമ്പോൾ ഉള്ള ഒരു ഇതാണ്. ചുരത്തിൻ്റെ താഴേക്ക് നോക്കിയൊക്കെ ഫുൾ മഞ്ഞാണ്. ഒരു വകയ്ക്ക് നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് മഞ്ഞാണ്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം നിന്നപ്പോഴേക്ക് ആ മഞ്ഞ് ഫുള്ള് പോയി. മഞ്ഞ് ഫുള്ള് അങ്ങ് മുകളിലേക്ക് കയറിപ്പോയി. അത് നമുക്ക് കാണാം കേട്ടോ വീഡിയോയിൽ. എന്താ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടോ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. കണ്ടോ ചുരത്തിൻ്റെ താഴേക്ക് നോക്കിയൊക്കെ ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മഞ്ഞായിരുന്നു. മഞ്ഞ് മൂടിക്കിടന്നിട്ട് ഒരു വസ്തു കാണാൻ പറ്റില്ലായിരുന്നു. ഇതാ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. നമ്മൾ ഗുരുവായൂർ പോകുന്ന വഴിയാണ്. ചുരത്തിൽ നിൽക്കുകയാണ്. കണ്ടില്ലേ ചുരത്തിൽ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ട്രാവലറിൽ പോകുകയാണ്.
ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം അവിടുന്ന് വണ്ടി വിട്ടു. കാരണം ഞാൻ അവിടുന്ന് അധികം സംസാരിക്കാൻ നിന്നിട്ടില്ല. ഞാൻ ഛർദ്ദിച്ച് ആകെ കുളമായി, ആകെ ടയേർഡായിരിക്കുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം നമ്മൾ ചുരത്തിൻ്റെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങി നിന്നതും ചുരത്തിന് മഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മഞ്ഞൊക്കെ പോയി നല്ല തെളിഞ്ഞു വന്ന് നല്ല ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാൻ. അപ്പോൾ കണ്ടില്ല, ചുരത്തിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് രസമാണ്, ദൂരെയാണ് ആ മഞ്ഞൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. അധികമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ആരെയും അങ്ങനെ എടുക്കാമെന്ന്, ഞങ്ങൾ നല്ലൊരു സിനിമയൊക്കെ കണ്ട്, പൃഥ്വിരാജിൻ്റെ കടുവ മൂവിയൊക്കെ കണ്ട്, അങ്ങനെ എനിക്ക് മൂവിയിലൊന്നും ശ്രദ്ധിക്കാൻ പോലുമല്ല, ആകെ ടയേർഡായിരിക്കുകയായിരുന്നു. എന്നാലും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടു, കുഴപ്പമില്ല. നല്ല എന്താണ് പാട്ട്, പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി ഡാഡൂസ് ആ പാട്ട് തന്നെ സിനിമ കഴിഞ്ഞിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കേട്ട് നമ്മളങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങനെ പോയി. ഞങ്ങൾ കുറച്ച് ലേറ്റായിപ്പോയി. നേരത്തെ വരണം, വൈകുന്നേരം അവിടെ അമ്പലത്തിലെത്തണം, തൊഴണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ ആയി. പിന്നെ ബ്ലോക്കിൽ പെട്ട്, താഴെ ചുരം കഴിഞ്ഞ് കാലിക്കറ്റ് നേരത്ത് ബ്ലോക്കിൽ പെട്ടതോടെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് അവിടെ അങ്ങ് പതുക്കെ ആയിപ്പോയി വണ്ടി. അങ്ങനെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്ക് ഒരു 10 മണിയൊക്കെ ആയിപ്പോയി. പിന്നെ എവിടെയും പോകാൻ പറ്റിയില്ല, ആകെ ടയേർഡായി. പിന്നെ റൂം കിടന്ന് രാവിലത്തെ പരിപാടിയാണല്ലോ, അപ്പോൾ അതിനുള്ള ഓരോ ഇതായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇച്ചിരിയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളിത് ചുരം താഴേക്ക് ഇറങ്ങുന്ന കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ നമ്മൾ എത്തിയത് ചുരമൊക്കെ ഇറങ്ങി അടിവാരത്താ തോന്നുന്നു, നല്ല ആട്ടിയ വെളിച്ചെണ്ണ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി ഞങ്ങൾക്ക് വീട്ടിലേക്കും പിന്നെ കല്യാണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ എണ്ണ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ആട്ടിയ വെളിച്ചെണ്ണ വാങ്ങി. ഇതാണ് ആ കട. നല്ല തിരക്കായിരുന്നു. വില കുറവിൽ നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും. നല്ല എപ്പോഴും ഏട്ടൻ ഈ വഴി വരുമ്പോൾ ഒക്കെ ഇവിടെ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങാറുള്ളത്. അടിവാരാ തോന്നുന്നു അങ്ങ് താഴെ. അപ്പോൾ മിക്കവാറും സമയങ്ങളിൽ ഈ റൂട്ടിൽ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടുന്ന് വെളിച്ചെണ്ണ വാങ്ങാറുണ്ട്. ഇതാണ് ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ. കേര ഗോൾഡ് കോക്കനട്ട് ഓയിൽ, നാച്ചുറൽ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ ഏട്ടനും ഡാഡൂസൊക്കെ വാങ്ങി. ഞങ്ങൾക്ക് ഒഡീഷയിലേക്ക് കൊണ്ടുവരാൻ ഒരു 5 ലിറ്റർ എണ്ണ വാങ്ങി. വീട്ടിലേക്കുള്ള ആവശ്യത്തിന് ഒരു 5 ലിറ്റർ വാങ്ങി. അങ്ങനെ 10 ലിറ്റർ വെളിച്ചെണ്ണ ഞങ്ങൾ വാങ്ങി. ഡാഡൂസ് 2 ലിറ്റർ വാങ്ങി. പിന്നെ അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ വാങ്ങി. ഇവിടെ ഒരു കടയിൽ ചായ കുടിക്കാൻ ഇറങ്ങി. ചായയും പഴംപൊരിയൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വീണ്ടും യാത്രയായി. അപ്പോൾ അത് ആ ബ്ലോക്കിൽ പെട്ട ഇതാണ്. കുറച്ചും കൂടി അങ്ങ് കാലിക്കറ്റ് എത്തുമ്പോഴേക്കാണ് ബ്ലോക്കിൽ പെട്ടത്. ഒരുപാട് വണ്ടികളും ഭയങ്കര മഴയുമായിരുന്നു. അപ്പം നമ്മളൊക്കെ ആകെ ടയേർഡായി, ഉറക്കമൊക്കെ ആയിരുന്നു. അപ്പോൾ അതാ ഗുരുവായൂർ എത്താൻ നേരത്ത് നല്ലൊരു ദീപാവലി, നാളെ ദീപാവലിയാണ്. അപ്പോൾ ദീപാവലീൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ്. ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട്, അമ്പലമൊന്നുമല്ല കേട്ടോ, ലൈറ്റ് ചെറിയ ലിച്ച് ലൈറ്റ് ഇട്ടിട്ട് അലങ്കരിച്ചതാണ് ഒരു അമ്പലത്തിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ അവിടെ അമ്പലത്തിലെ പരിപാടിയാണ്. ഇങ്ങോട്ടേക്കാണ് അമ്പലമൊക്കെ ഉള്ളത്. അപ്പോൾ ആ യാത്രയിൽ അതൊക്കെ കണ്ട് നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു. ഒരുപാട് ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുൻപിലേക്ക് എത്തി. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ആ ഭാഗങ്ങളാണ്. ഇതൊക്കെ കിഴക്കേ നട എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് ആൾക്കാരെല്ലാം പോയിക്കൊണ്ടും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ റൂം തപ്പി വേഗം പോയി റെസ്റ്റ് എടുക്കണം. നാളെ രാവിലെ ഏട്ടൻ്റെ കല്യാണമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും